അപ്പോൾ ആദ്യം അർജന്റീന AFF-ന്റെ അടുത്താണ് ഒരു പ്രപ്പോസൽ വെച്ചത്, ഒരു ഫ്രണ്ട്ലി മത്സരം ഇവിടെ ഹോസ്റ്റ് ചെയ്യാമോ, ഇവിടെ ഒന്ന് കളിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ AFF പറഞ്ഞിരുന്നത് ഇല്ല, നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല, നമുക്ക് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞ് ആ പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചെടുത്തു നിന്ന് കേരളത്തിലെ ആരാധകരെ കണ്ടിട്ടാണ് ഇന്ത്യയിലേക്ക് ഞങ്ങൾ വരാമെന്ന് അർജന്റീന പറഞ്ഞത് എന്ന അവകാശവാദവുമായിട്ടാണ് കേരളം അർജന്റീനയെ അപ്രോച്ച് ചെയ്യുന്നത്. അത് വിജയകരമായിട്ട് മുമ്പോട്ട് പോവുകയും എന്നാൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം അതിങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സ്റ്റിൽ മാർച്ച് വിൻഡോയിൽ അർജന്റീന വന്നേക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ മെസ്സിയുടെ ഒരു വിസിറ്റ്, ഇന്ത്യയിലെ ഒരു വിസിറ്റ് എന്തിനായിരുന്നു എന്നുള്ളതാണ്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് അങ്ങോട്ട് പോകണം. എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ വിമർശകരോടാണ്. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഫുട്ബോൾ ടീമിലെ അംഗങ്ങളടക്കം പലരും ഇവിടെ കേരളത്തിലേക്ക് അർജന്റീന വരുന്നതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പല മാധ്യമങ്ങളും വന്നിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോലും വന്നിട്ടുണ്ടായിരുന്നത് വിമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു. സോ അവരൊക്കെ ഇപ്പൊ എവിടെയാണ്, അവരൊക്കെ ഇപ്പൊ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഭയങ്കര വെയിറ്റിംഗിലാണ് ഞാൻ. പിന്നീട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, സോൾട്ട് ലേക്ക് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് മുന്നിൽ ഒരു ഋത്തിക് റോഷന്റെ പ്രതിമ അത്യാവശ്യമായിരുന്നു. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ച ഒന്നാണ്. അത് മെസ്സിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഋത്തിക് റോഷനും അത് ഭയങ്കര അഭിമാനകരമായ ഒരു കാര്യമായിരുന്നു. പിന്നെ ഋത്തിക് റോഷന്റെ പ്രതിമ പണിയാൻ ഇനി എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. അതും ഒരു ഹിഡൻ പരിപാടിയാണ്. അതിന് എത്ര രൂപ മുടക്കിയിട്ടുണ്ടാവും എന്നുള്ളതും നമുക്കറിയില്ല. അപ്പോ അതിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക.